ഒരു ക്ഷേത്രത്തിലെ ഉത്സവം എന്നാൽ ആ നാടിൻ്റെ ഉത്സവമാണ്. ക്ഷേത്രത്തിൻ്റെ മാത്രമല്ല, നാടിൻ്റെ ഉത്സവം. എംഎൽഎയോട് സൂചിപ്പിച്ച പോലെ വിവിധ മതക്കാരൊക്കെ ഇതിൻ്റെ ഭാഗമായി ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് അവർ കേരളത്തിലെ ദേവസ്വം ബോർഡ്, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചി ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, ഇരിഞ്ഞാലക്കുട കൂടമാണിക്യ ക്ഷേത്ര ദേവസ്വം, ഇത്രയാണ് പ്രധാനപ്പെട്ട കേരളത്തിലെ ദേവസ്വങ്ങൾ. അതിൽ ഏറ്റവും വരുമാനം 1200ഓളം ക്ഷേത്രങ്ങളുള്ള ദേവസ്വം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം. അവിടെ ശബരിമലയുടെ വരുമാനം മാത്രം ആ ദേവസ്വത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനൊക്കെ സഹായിക്കും. അതിന് രണ്ടും ദേവസ്വം ബോർഡിലേക്ക് ബന്ധപ്പെട്ടിട്ടുള്ളത്. അവിടെ കൊച്ചി ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് 9 ക്ഷേത്രങ്ങളാണ് വരുമാനമുള്ള ക്ഷേത്രങ്ങളെന്ന് പറയും. ഇപ്പോൾ കൊച്ചി ദേവസ്വം ബോർഡാണെങ്കിൽ ഇപ്പോൾ കൊച്ചി, മലബാർ, ഗുരുവായൂർ പഴയ മലബാറാണ്, പക്ഷേ ഗുരുവായൂർ സെപ്പറേറ്റ് ദേവസ്വം. കൊച്ചിയിലെ കൂടമാണിക്യം പ്രത്യേക ദേവസ്വമാണ്, തിരുവമ്പാടി, പാറമേക്കാവൊക്കെ സെപ്പറേറ്റ് ദേവസ്വം. അപ്പോൾ അവിടെ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ കുറവാണ്. അതിലേറെ പ്രയാസമാണ് മലബാർ ദേവസ്വത്തിൻ്റെ അവസ്ഥ. അധികം ട്രസ്റ്റിമാരാണ് ദേവസ്വം ബോർഡിലുള്ളത്. ആ ട്രസ്റ്റിമാർക്ക് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ജോലി മാത്രമേ ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡ്. അതുപോലെ മലബാർ ദേവസ്വത്തിന് കൂടുതൽ അവകാശങ്ങളും അധികാരങ്ങളും നൽകണം എന്നൊരു പ്രപ്പോസൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുണ്ട്. അത് തീർച്ചയായും കമ്മീഷണർ പറയുന്നത് എല്ലാവരെയും ആലോചിച്ചൊരു നിയമാവലിക്കൊന്ന് രൂപം നൽകണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം മലബാറിൻ്റെ ആ ചരിത്ര പ്രസിദ്ധിയുള്ള പല ക്ഷേത്രങ്ങളും ഇന്ന് വളരെയധികം സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നു. എനിക്ക് വന്ന് മലബാറിലെ ഒരു പാലക്കാട് ജില്ല, പാലക്കാട് ജില്ലത്തെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. അത് കഴിഞ്ഞ ഒരു വരുമാനമുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് കടാമ്പുഴ ക്ഷേത്രം. പക്ഷേ കടാമ്പുഴയിലൊക്കെ ഒരു പൂമൂടൽ ഇപ്പോഴും അധികം ചാർജ് ഈടാക്കുന്നത്. ഇപ്പോൾ ഗുരുവായൂർ ഉദയാസ്തമന പൂജയുടെ 10 മുതൽ കടാമ്പുഴയിലെ പൂമൂടലിന് അവർ 10 സൗകര്യങ്ങൾ നോക്കിയില്ല. അപ്പോൾ പല ക്ഷേത്രങ്ങളിലും വരുമാനം കുറയുമ്പോൾ അത് ഗവൺമെൻറ് അതുകൊണ്ടാണ് ഗ്രാൻഡ് കൂടുതൽ കൊടുക്കുന്നത്.